കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഫയലുകൾ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കണ്ടു എന്നുള്ളതാണ് UDF നേതാക്കളുടെ ആരോപണം. അതെങ്ങനെ അവിടെ എത്തിയെന്നുള്ള കാര്യമെല്ലാം അവർ വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം ആ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ, അതായത് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ആ സ്വകാര്യ സ്ഥാപനത്തിൽ എത്തിയത്? കുരുവട്ടൂർ പഞ്ചായത്തിനകത്ത് വ്യക്തികൾ നൽകിയ സ്വകാര്യ അപേക്ഷകൾ ഉൾപ്പെടെ അവരുടെ സ്വകാര്യ രേഖകളായിട്ടുള്ള ആധാർ കാർഡ്, റേഷൻ കാർഡ്, മറ്റു ID കാർഡ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന രേഖകൾ ഇന്നലെ സ്വകാര്യ ഏജൻസിക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കണ്ടെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ വിവിധ ആളുകൾ നൽകിയ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നൽകുന്ന പല അപേക്ഷകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വകാര്യ രേഖകളായിട്ടുള്ള ആധാർ കാർഡെല്ലാം സമർപ്പിക്കുന്ന രേഖകളാണ് അവിടെ അലക്ഷ്യമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു കക്ഷി ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പേപ്പർ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ, അത് ഒരു പരാതി ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യതയോടുകൂടി വേണം അത് ചെയ്യേണ്ടതുള്ളത്. അങ്ങനെ ഒരു ചട്ടപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ തികച്ചും സ്വകാര്യ ഏജൻസിക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സാധാരണക്കാരായ ആളുകൾ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെൻ്റ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് കുരുവട്ടൂർ പഞ്ചായത്തിനകത്ത് UDF വരും വർഷങ്ങളിൽ അധികാരത്തിൽ കടന്നു വരുമെന്നുള്ള LDFൻ്റെ പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ക്രമക്കേടുകൾ, അവർ നടത്തിയ അഴിമതികൾ ഇതെല്ലാം ഏകീറി പരിശോധിക്കുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ ആക്രിക്കടയിൽ കൊണ്ടുപോയി ഇത് വിറ്റതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾക്കും നിയമപരമായ പോരാട്ടത്തിനും UDF കുരുവട്ടൂരിൽ തയ്യാറാവുകയാണ്. പഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തിയാണോ ഈ സാധനങ്ങളെല്ലാം ആ സ്ഥാപനത്തിലേക്ക് നൽകിയത്? ഇത് ഒരു വലിയ മിനി ലോറിയിലാണ് ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചത്. ഇതിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായിരുന്നാൽ ഇത് അവിടെ എത്തിക്കുകയും ഇത് അവിടെ ഞങ്ങൾക്ക് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ പരിശോധിക്കുകയും ഒരുപാട് ചാക്ക് കെട്ടുകളിൽ നിറച്ചിട്ടാണ് ഈ സാധനങ്ങൾ അവിടെ ഡംപ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളോത്സവത്തിൻ്റെ സെക്രട്ടറി സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റുകളുണ്ട്, ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറുകളുണ്ട്, അതുപോലെ തന്നെ ആധാരത്തിൻ്റെ കോപ്പികളുണ്ട്, എല്ലാമുണ്ട്. ഇത് സ്വകാര്യ വ്യക്തികളുടെയൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങൾ. ആധാരത്തിൻ്റെ കോപ്പിയാണെങ്കിലും ഈ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ ആണെങ്കിലും ഒക്കെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രക്ഷോഭ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. പഞ്ചായത്ത് അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭാഗത്ത് എന്താ അറിയാൻ കഴിയുന്നത്? പഞ്ചായത്ത് അധികൃതരുമായിട്ട് ഞങ്ങൾ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം UDFൻ്റെ ഉന്നതാധികാര സമിതി ഇരുന്നു കൊണ്ട് ഞങ്ങളെ പരിപാടികൾ, സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം 2023 കേരളോത്സവ വിജയികൾക്ക് വിതരണം ചെയ്യേണ്ടതായുള്ള സർട്ടിഫിക്കറ്റുകൾ, ആ സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ നമ്മൾ ഈ കണ്ട ആക്കിക്കടയിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 2023 കേരളോത്സവ വിജയികൾക്ക് വിതരണം ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. അത് അലക്ഷ്യമായിട്ട് ആക്കിക്കടയിൽ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ഫയലുകൾ. അപ്പോൾ ഇതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്നാൽ, LDF ഈ കാലങ്ങളിൽ ഒക്കെ 65 വർഷത്തോളമായി കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. അപ്പോൾ അവർ നടത്തിയായിരിക്കുന്ന മുഴുവൻ അഴിമതികളും UDF വരുമെന്ന ഒരു ഭയത്താൽ അവർ ഈ അഴിമതികളൊക്കെ തന്നെ ആക്കിക്കടയിൽ കൊണ്ടുപോയി നശിപ്പിക്കുവാനുള്ള ഒരു തന്ത്രപ്പാടാണ് ഇവർ ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ തവണയാണോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മുമ്പും ഇതുപോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല രേഖകളും, ഇയറിംഗൊക്കെ ഉൾപ്പെടെയുള്ള പല രേഖകളും കാണാത്തൊരു സാഹചര്യം പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. ആ രേഖകൾ പോലും ഇവർ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഭയം അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ട് രേഖകളെല്ലാം നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുരുവട്ടൂർ പഞ്ചായത്തിൽ ഇത്തരം പ്രവണത ഇടതുപക്ഷ ഭരണസമിതി നടത്തുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധം 100% ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും, പ്രക്ഷോഭങ്ങളുണ്ടാവും, മാർച്ച് ഉൾപ്പെടെ, ഉപരോധം ഉൾപ്പെടെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കും. ഈ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് UDFൻ്റെ തീരുമാനം. കാരണം ഇനിയൊരു പഞ്ചായത്തുകളിലും ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.